അപ്പോൾ എല്ലാവർക്കും ഫോക്ക് ഫുഡ് ഫ്ലോറയുടെ പുതിയൊരു വ്ളോഗിലേക്ക് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ട്രാവൽ വ്ളോഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, നമ്മളുടെ പത്മനാഭപുരം പാലസ്. കൊട്ടാരത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ ആ എൻട്രൻസിലേക്ക് പോകുന്ന വഴി തന്നെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് കടകൾ കാണാം. അപ്പോൾ പാലസിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പത്മനാഭപുരം കൊട്ടാരം. ഈ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് കൽക്കുളം പാലസ് എന്നാണ്. പാലസിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മളെ ചെരുപ്പൊക്കെ ഇവിടെ ഒരു സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അതവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ ചെരുപ്പൊക്കെ സബ്മിറ്റ് ചെയ്ത് അവരൊരു ടോക്കൺ വാങ്ങും. അപ്പോൾ ആ ടോക്കൺ നമ്മൾ വാങ്ങി നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പൊക്കെ നമുക്ക് തിരിച്ച് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൊട്ടാരം കാണാൻ പോകുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ സ്വന്തം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീൻ്റെ അഭിമാനമായിട്ടുള്ള ചിത്രം, നമ്മളുടെ മലയാള സിനിമയ്ക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലാസിക് മൂവി മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റ് വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം കേട്ടോ. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി ഫസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇത് ഇവിടെ നമുക്ക് DSLR അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ പോലും ഉപയോഗിക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും. അപ്പോൾ ആ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തത്. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് എങ്ങനെ പോകാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് കയറും. മൊത്തം ഈ കൊട്ടാരം ഏകദേശം 6 ഏക്കറോളം സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കൊട്ടാരം ഇപ്പോൾ കേരള ഗവൺമെൻറ് ആണ് നോക്കി നടത്തി വരുന്നത്. നമ്മൾ കയറി ചെല്ലുന്ന ഈ ഒരു സ്ഥലം പൂമുഖമാണ്. ഇവിടെ നമുക്കൊരു കുതിരവിളക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ദിശയ്ക്ക് തിരിച്ചു കഴിഞ്ഞാലും ആ ദിശയിലോട്ട് മാറാതെ ഈ ഒരു വിളക്ക് അതേ സ്റ്റഡി ആയിട്ട് അതേ പൊസിഷനിൽ നിൽക്കും. അങ്ങനെ പൂമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് മേലത്തെ ഫ്ലോറിലോട്ട് കയറി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കസേരകളും ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, അതിഥികൾ വരുന്ന സമയത്ത് അവരെ ക്ഷണിക്കുന്നതും അവരെ ഇരുത്തി സംസാരിക്കുന്ന സ്ഥലവുമാണ് കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ പാലസ് എങ്കിലും ഇത് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. അടുത്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഊട്ടുപുരയിലേക്കാണ്. ഈ ഒരു ഊട്ടുപുര എന്ന് പറയുന്നത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 2 തട്ടായിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മേലത്തെ തട്ടാണ്. ഇനി ഇതിൻ്റെ താഴെ വേറൊരു തട്ടും കൂടിയുണ്ട്. ഇങ്ങനെ 2 തട്ടായിട്ടാണ് ഊട്ടുപുര അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 2000 ആൾക്കാർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവർ ഊട്ടുപുര തയ്യാറാക്കിയിട്ടുള്ളത്. അന്ന് ഭക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഭരണികൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വെള്ളം കൊടുത്തിരുന്ന ടാങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം അതേപടി നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും കൊട്ടാരം അവധിയാണ് കേട്ടോ. നമുക്ക് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം 4:30 വരെയാണ് ടിക്കറ്റ് എടുക്കാനുള്ള എൻട്രി ടൈം, എല്ലാ കാര്യങ്ങളും. ഇവിടെ ഇതിനകത്ത് ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പണ്ട് പൂക്കളൊക്കെ എറുത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സീലിങ്ങിൽ ഫുൾ പൂക്കളാണ്. എല്ലാ പൂക്കൾക്കും ഓരോരോ വിവിധ തരം ഡിസൈനിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുമുറ്റൊക്കെ കാണാൻ പറ്റും. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗത്തു കൂടെ നടക്കുമ്പോഴും നമ്മൾക്ക് മണിച്ചിത്രത്താഴ് എത്ര കണ്ടാലും മതിയാവാത്തൊരു പടവും കൂടി ആയതുകൊണ്ടായിരിക്കാം പടത്തിലെ ഓരോ സംഭാഷണങ്ങളും അതുപോലെ ഷൂട്ട് ചെയ്ത ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ച ഇരവിപിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാര നിർമ്മാണത്തിൻ്റെ തുടക്കമിട്ടത്. ഈ കൊട്ടാരത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഏറ്റവും വലിയൊരു സമ്പത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തടിക്കൊട്ടാരം, വുഡൻ പാലസ്, എല്ലാം മരത്തടി കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 1741 കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നിരുന്നു. അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ കൊട്ടാരം പുതുക്കി പണിതത്. കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്കിങ്ങനെ ഒരു അന്താളിപ്പ് മാത്രമാണ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവും, എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇത്രയും ഒരു ഐഡിയയിൽ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചതെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിൽ.
രാജാവ് കിടന്നിരുന്ന കട്ടിലാണിത്. ഏകദേശം 64 വിവിധ തരം ഔഷധ മരങ്ങൾ ചേർത്തിട്ടുണ്ട്. കൂടാണ്ട് 1750 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സമ്മാനിച്ച കട്ടിലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളുടെ മണിച്ചിത്രത്താഴ് ഫിലിമിൽ ശോഭന നല്ല തകർത്താടിയ ആ ഒരു മണ്ഡപം. അന്നത്തെ കാലത്ത് നൃത്തവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന മണ്ഡപമാണത്. മെയിനായിട്ടുള്ള സദസ്സിലുള്ള ആൾക്കാർക്ക് അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ഈ ഒരു വഴി നൃത്തം മറ്റ് കലാപരിപാടികളൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. നാലുകെട്ടിൻ്റെ അടിസ്ഥാന മാതൃകയിൽ നിരവധി പരിഷ്കാരങ്ങളോടെ ഇടനാഴികളും അതുപോലെ മാളികകളും വലിയ അകത്തളങ്ങളുമായിട്ട് ഇന്നും വളരെ പ്രൗഢിയോടെ നമുക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. അത് ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്തോരം ബ്രില്യൻസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ ആ ഒരു സീനൊക്കെ ഓർമ്മ വന്നു. സുരേഷ് ഗോപി മോഹൻലാലുമായിട്ടുള്ള ഒരു സംഭാഷണം കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ഭാഗത്തും ഓരോരോ മെമ്മറീസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൊട്ടാരത്തിൽ തന്നെ ഒരുപാട് മന്ദിരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ജനാലിലൂടെ നോക്കുമ്പോഴും എല്ലാ മന്ദിരങ്ങളുടെ ആ ടോപ്പ് ഭാഗം നമുക്ക് ഒന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഫ്ലോറെല്ലാം അധിക ഭാഗം ഈ കാവി എന്ന് പറയും. പണ്ടത്തെ വീടുകളിലൊക്കെ വളരെ സുലഭമായിട്ടുള്ളതാണ് ഈ ഒരു കറുത്ത കാവി, ചുമപ്പ് കാവി എന്നൊക്കെ പറയും. ആ കാവി വെച്ചിട്ടാണ് എല്ലാ ഫ്ലോറും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മിനുസാണ് കേട്ടോ അത് കൂടെ നടക്കാൻ. അതുപോലെ തണുപ്പുമുണ്ട്. ഈ ഒരു ഭാഗത്തിന് അമ്പാരിമുഖം എന്നാണ് പറയാം. അതായത് രാജാവ് തേരോട്ടം വീക്ഷിച്ചിരുന്ന സ്ഥലം, അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് സന്ദർശനം കൊടുത്തിരുന്ന സ്ഥലമൊക്കെയാണ് ഈ അമ്പാരിമുഖം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊട്ടാരത്തിൻ്റെ പെയിൻറ്റിങ് ഹാളിലേക്കാണ് കേട്ടോ. അന്ന് നടന്ന പ്രധാന സംഭവങ്ങൾ, രാജാക്കന്മാരുടെ ഒരു ചിത്രങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വരച്ചു വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹമാണ്. നമ്മൾ ഈ പെയിൻറ്റിങ് ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് മാർത്താണ്ഡവർമ്മയുടെ പിക്ചറാണ് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരുടെ പെയിൻറ്റിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സംഭവങ്ങൾ, അന്ന് നടന്ന ഓരോ യുദ്ധങ്ങൾ, അങ്ങനെ എല്ലാതരം സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഹാൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മുന്നേ ഞാൻ പറഞ്ഞ പോലെ 6 ഏക്കറോളം വ്യാപിച്ചിട്ടാണ് നമ്മളുടെ പത്മനാഭപുരം കൊട്ടാരം കിടക്കുന്നത്. ഈ ഒരു കൊട്ടാരത്തിൽ തന്നെ 15 കെട്ടിടങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അതിൽ തന്നെ തായ്ക്കൊട്ടാരം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ നിർമ്മിതി. അക്കാലത്ത് ഈ മധുര നായക്കന്മാരുടെ ആക്രമണം എന്നും പതിവായിരുന്നു. അപ്പോൾ കൊയ്ത്ത് കാലത്ത് പാടശേഖരങ്ങളിലേക്ക് അവരുടെ നിലപ്പട കപ്പം പിരിക്കാൻ ഇറങ്ങും, ടാക്സ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം പതിവായി വന്നപ്പോൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കുളത്തേക്ക് കൊട്ടാരത്തിൻ്റെ ആസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതും കൂടിയും കണക്കിലെടുത്തുകൊണ്ടാണ് കൊട്ടാരം പിന്നെ ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പത്മനാഭപുരം കൊട്ടാരം നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അത്രമാത്രം കാണാനുണ്ട്. കുറേ നടന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ചായ കുടിക്കണം, ഒന്ന് ക്ഷീണിക്കും എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരെ പോവുക, അവിടെ ഒരു ക്യാൻറ്റീൻ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അവർ. പക്ഷെ എന്നാലും കൊട്ടാരത്തിനകത്ത് ഉള്ളതായതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗിയിലും ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈനിലുമാണ് ഇവിടുത്തെ ക്യാൻറ്റീനും. അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ക്യാൻറ്റീനാണ്. അങ്ങനെ ഞങ്ങൾ ചായയും ജ്യൂസും കുറച്ച് വൈകുന്നേര പലഹാരങ്ങളൊക്കെ കഴിച്ച് പിന്നെയും നമ്മളുടെ കൊട്ടാര കാഴ്ചകളിലേക്ക് കടക്കാം. അടുത്തത് നമ്മളിത് കഴിഞ്ഞ് നേരെ ചെല്ലുക പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പുരാവസ്തു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ.
ഇപ്പോൾ നിങ്ങൾ കണ്ട പുരാവസ്തു മ്യൂസിയത്തിലുള്ള പല കാര്യങ്ങളും പത്മനാഭപുരം കൊട്ടാരത്തിലേതല്ല. പക്ഷേ പണ്ട് കാലങ്ങളിലുള്ള കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും അവർ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്ന് മാത്രം. അവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അന്നത്തെ സ്ത്രീകൾ, കൊട്ടാരത്തിലെ സ്ത്രീകൾ കുളിച്ചിരുന്ന കുളക്കടവ്, അതേപോലെ തന്നെ കിച്ചൺ ഏരിയ നമുക്ക് ഒരുപാട് വലിയൊരു ഏരിയ ആയിട്ടാണ് തോന്നിയത്. കാരണം നമുക്കൊന്ന് ആലോചിച്ചാൽ മതി അന്ന് എത്രമാത്രം ആൾക്കാരുണ്ടാവുന്ന. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിയൊരു ഏരിയ ആയിരുന്നു അത്. നല്ല രീതിയിൽ ഗവൺമെൻറ് ഇതിനെ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും വൃത്തിയിലാണ് അവർ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വളരെ വൃത്തിയിലാണ് കൊട്ടാരം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ സന്ദർശകരിൽ ഭൂരിഭാഗവും മലയാളികളല്ല, പക്ഷേ തമിഴരാണ് കേട്ടോ. അവർ മാർത്താണ്ഡവർമ്മയെ പറ്റിയോ അല്ലെങ്കിൽ കേരള ചരിത്രത്തെ പറ്റിയോ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടിട്ടല്ല പത്മനാഭപുരം കൊട്ടാരം കാണാൻ വരുന്നത്. പക്ഷേ ജയലളിത ഉൾപ്പെടെ അങ്ങനെ പല നടീനടന്മാർ അഭിനയിച്ച സിനിമാ ചിത്രീകരണങ്ങളെക്കുറിച്ചാണ് പലർക്കും അറിയേണ്ടത്. ഇവിടെ വരുന്ന പലർക്കും ഇവിടുത്തെ ഗൈഡുകൾ പങ്കുവെക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇവിടുത്തെ കൽമണ്ഡപം. ഒരുപാട് ഭംഗിയോടുകൂടി കൊത്തിവെച്ച ദേവീ ശില്പങ്ങൾ, അതേപോലെ തന്നെ മഹാകവി കമ്പർ പൂജിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദിവ്യമായിട്ടുള്ള സരസ്വതി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. എല്ലാ നവരാത്രി കാലത്തും ഇത് ആഘോഷമായി തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യാറ്. സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഇതിന് തുടക്കമിട്ടത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു സാംസ്കാരിക വിനയത്തിൻ്റെ പ്രതീകമാണ് ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു മുറയിൽ വന്ന് പാത്തായ ആ ഒരു പാട്ടിൽ ശോഭന നല്ല തകർത്തടിയ മണ്ഡപമാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ പേര് സരസ്വതി മണ്ഡപം എന്നാണ്. അതായത് കരിങ്കൽ തൂണുകളും അങ്ങനെ ഒരുപാട് ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചൊരു ഈ ഒരു മണ്ഡപത്തിൽ നൃത്തം ഉൾപ്പെടെയുള്ള എല്ലാ കലാപരിപാടികളും അവതരിപ്പിച്ചിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠിച്ചിരുന്ന സരസ്വതി വിഗ്രഹത്തെ സാക്ഷിയാക്കിയായിരുന്നു അവതരണങ്ങളൊക്കെ നടന്നിരുന്നത്. രാജാക്കന്മാർക്ക് ഇത് വീക്ഷിക്കാൻ വേണ്ടി തടി കൊണ്ടുള്ള ഒരു മറവുണ്ട്. അതേപോലെ സ്ത്രീകൾക്കും ഇത്തരത്തിൽ സജ്ജീകരണം അവർ ഒരുക്കിയിരുന്നു. മഹാകവി കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, രാമപുരത്ത് വാര്യർ എന്നിവരുടെയൊക്കെ കാവ്യ സദസ്സിന് ഇത് വേദിയായിരുന്നിരിക്കണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് അവസാനമായിട്ട് നമ്മൾ കാണുക മ്യൂസിയം ഓഫ് ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു പുരാവസ്തു മ്യൂസിയമാണ്. അതിമനോഹരമായിട്ടുള്ള മ്യൂസിയം ആയിരുന്നു ഇത് കേട്ടോ. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരം നാണയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും മ്യൂസിയത്തിൽ വളരെ നല്ല രീതിയിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയം വിസിറ്റോടുകൂടി നമ്മളുടെ മൊത്തം പത്മനാഭപുരം ക്ഷേത്രത്തിൻ്റെ വിസിറ്റ് തീരുകയാണ്. ഇങ്ങനൊരു കൊട്ടാരം പല പേർക്കും ഇപ്പോഴും കേരളത്തിലാണെന്നാണ് വിചാരം. പക്ഷേ അല്ല, തിരുവനന്തപുരത്താണ് നിങ്ങളെങ്കിൽ അവിടുന്ന് ഒരു ഏകദേശം 2 മണിക്കൂറോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്കലയിലാണ് കൊട്ടാരം നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വരാത്തവർ തീർച്ചയായിട്ടും കൊട്ടാരം വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ ടാറ്റ.